ബീച്ചിന് പ്രാന്തായി. വെൽക്കം ബാക്ക് പറ. പറയാൻ പറ്റൂല. നെഹയുടെ ഒരു പല്ലെടുത്തിരിക്കുകയാണ് ഗൈസ്. അവളുടെ അടുത്ത് സംസാരിക്കരുത്, തലയനക്കരുത്, വെയിൽ കൊള്ളരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പിന് പോവാണ് ബീച്ചിലോട്ട്. സ്നേഹതീര അടുത്തുള്ള ഒരു ബീച്ചാട്ടാ, ഓഹോ ബീച്ച് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതേ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. നിന്റെ തൊപ്പിയാണ് എൻ്റെ കയ്യിലുള്ളത്, ഒരു സൈക്കോ തൊപ്പി. ഞാനിത് വെക്കണില്ല, ഇത് വെള്ള തൊപ്പിയാ. അപ്പൊ നമ്മൾ കാറിൽ കയറിയിട്ട് നമ്മൾ സ്പോട്ടിൽ എത്തുമ്പോ ഞാൻ കാണിച്ചു തരാം. വാവ അച്ഛൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഓക്കെ, അവിടെ എത്തിക്കുക ഗൈസ്. അപ്പൊ നമ്മള് അറപ്പത്തോട് പാലത്തിന്റെ അടുത്താണ് ഈ ഓഹോ ബീച്ച്. നീ പണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലേ? ഞാൻ പണ്ട് വന്ന സമയത്ത് ഇവിടെ ഓഹോ ബീച്ച് എഴുതിയിട്ടില്ല, ഇവിടെ പാർക്കിംഗ് ഇല്ല, ഇവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല, അത്രേ ഉള്ളൂ. അതായത് രമണ അവള് പറഞ്ഞത്. പണ്ട് അവള് വന്നപ്പോ ഓഹോ ബീച്ചിന്ന് വലുതാക്കി എഴുതിയിട്ടുണ്ടായിരുന്നില്ല, പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ കെട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇങ്ങനെ കുളിക്കായിരുന്നു. രസമുണ്ടല്ലോ കാണാൻ. നമ്മള് കറക്റ്റ് ടൈമിനെത്തിയത്. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് വന്നതാട്ടോ. നാട്ടിലെല്ലാരും ഉണ്ട് ഇവിടെ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ ചായക്കടകളൊന്നും ഉണ്ടായില്ല. നല്ല ആക്ച്വലി നല്ല ഭംഗിയുണ്ട് കാണാൻ. സൺസെറ്റ് ടൈമാണ് ഇവിടെ. സൺസെറ്റ് ഇവിടെ കാണാൻ നല്ല ഭംഗി. കണ്ടോ, നല്ല രസല്ലേ. ഈ ഒരു പുഴ നേരെ എത്തുന്നതാ ബീച്ചിലോട്ടാ. ബീച്ചിലോട്ട് എത്തണ്ടടി. ആ ബീച്ചിലോട്ട് എത്തണില്ല, അവിടെ വരെയുള്ളോ. അവിടെ കണ്ട മണ്ണോ. ഓഹോ ബീച്ചിന്റെ ബോർഡ് നമുക്ക് കാണാം. ഇവിടെ ഒരു വലിയ പാർക്കിംഗ് ഉണ്ട് ഗൈസ്. പക്ഷെ ഇവിടെ പാർക്ക് ചെയ്യാൻ ഒരു ഇഞ്ച് സ്ഥലമില്ല, കാരണം അത്ര അധികം ആൾക്കാരാണ്. ഞാനിവിടെ എത്തുമ്പോൾ ആ തെങ്ങിന്റെ മുകളില് ഒരാളിങ്ങനെ നടന്നു പോകണ്ടേ. തെങ്ങ് നിൽക്കണ കാണാൻ തന്നെ രസമുണ്ട്. അപ്പൊ എപ്പോഴം വരെ പോകുന്ന അറിയാൻ വേണ്ടിട്ട് ഞാൻ വെയിറ്റ് ചെയ്തതാ. പക്ഷെ സംഭവം വെള്ളത്തിലേക്ക് പോയി. ആ ചാടിപ്പോഴാണ് എനിക്ക് മനസ്സിലായി അത്ര ആഴമൊന്നുമില്ല ഈ വെള്ളത്തിൽ. തൊട്ട് ബാക്കിലായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഡ്രസ്സൊക്കെ കൊണന്ന് അവിടെ നീന്തി കളിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയാണെന്നൊന്ന് പോയി കാണാം. ഇവിടെ സീ ഫുഡ് ഉണ്ട്, ഐസ് പോട്ട് ഉണ്ട്, പിന്നെ എന്തൊക്കെയോ ഉണ്ട്, തട്ടുകട ഫുഡ്സ്. കക്ക, കൂന്തള്, ചെമ്മീൻ. ഇപ്പൊ തന്നെ നിന്റെ പല്ലിന് തിന്നാൻ പറ്റുമോ? ഇവിടെ സീ ഫുഡ്സ്. ഇവിടെ പാലട കിട്ടും. നമ്മള് പക്ഷെ പാലട കഴിച്ചിട്ടല്ലേ വന്നേ. പിന്നെ ഇവിടെ ഐസ്ക്രീം കിട്ടും. എവിടെ മോമോ ഹങ്കർ. ആ ഒരു വിധപ്പെട്ട എല്ലാ കടകളും ഇവിടെ ഉണ്ട്. മോമോസ് ഉണ്ട്, കുനാഫ, പാനിപൂരി, ബേൽപൂരി, മസാൽപൂരി. ഇവിടെ ചെറിയൊരു പാലം, പക്ഷെ അത് ബാത്റൂമിലോട്ടുള്ള വഴിയാണ്. ഈ ടോയ്ലറ്റ് എന്നല്ല പറയാന്, ഈ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് ഗൈസ്, ഫ്രഷപ്പ് ചെയ്യാനെല്ലാം. പക്ഷെ ഒരു വൃത്തികെട്ട സ്മെല്ലും ഉണ്ട്. ഇരിക്കണ്ടവൻ നമ്മുടെ ഐസുകൾക്ക് ഇത്ര നേരമായിട്ട് നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് എഴുന്നേറ്റ് ആ ചെക്കന്മാര് കുഞ്ഞിപ്പിള്ളേരൊക്കെ കുളിക്കണൊക്കെ കണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പട്ടൊക്കെ വാങ്ങാം കേട്ടോ. പിന്നെ ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, എല്ലാവിധ ഐറ്റംസും ഉണ്ട് ഉപ്പിൽ. പിന്നെ ഇവിടെ ഇരിക്കണ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഈ മരത്തോണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കണൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇനി സ്ലൈഡിന്റെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ഇത്ര നല്ല ഭംഗിയിൽ മരമുള്ളപ്പോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബീച്ച് അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കണത്. ഇനി നിങ്ങളും വരുമ്പോ ഈ ബീച്ച് ക്ലീൻ ആയി സൂക്ഷിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ അവിടെ വന്നപ്പോ ഒരു മരത്തിന്റെ ഊഞ്ഞാല് കണ്ടുട്ടാ. ഇതും ഇരുന്ന് ആടാൻ നല്ല രസമുണ്ട്. സംഭവം ചെറിയ ആൾക്കാർ തൊട്ട് വലിയ ആൾക്കാർ വരെ ഇരിക്കാം. നമ്മൾ കിഡ്സ് പാർക്കിലൊക്കെ പോകുമ്പോ കുഞ്ഞോന്റെ ഊഞ്ഞാല് കയറിയൊന്നും നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. അതിന് ഒരു ഊഞ്ഞാല് ഭയങ്കര പൊക്കത്തിലായിരുന്നു കേട്ടോ ഇരിക്കുന്നത് തന്നെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും മാറി മാറി ഊഞ്ഞാലൊക്കെ ആടി. ഊഞ്ഞാൽ എക്സ്പീരിയൻസ് സ്നേഹ. ഞാൻ വിചാരിച്ചതല്ല, അങ്ങോട്ട് പൊടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നില്ല. ജാതി ചാട്ടം ചാടിയേ. അവിടെ കുതിരയൊക്കെ ഇട്ട് കളിച്ചരാം. കുതിരയുടെ പിന്നിൽ ഇഷ്ടം പോലെ ആൾക്കാർ പോണ്ടത് കണ്ട. ഈ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പക്ഷെ സവാരിക്കൊന്നും കയറാൻ പോയില്ല. അത് തൊട്ട് മേലെയായിട്ട് പട്ടങ്ങളൊക്കെ പറത്തുണ്ടായിരുന്നു. ഇനിയാണ് ബീച്ച് ടൈം മക്കളെ. എല്ലാരും ഇങ്ങനെയാണ്, എത്ര സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നാലും ബീച്ച് കണ്ടാൽ നമ്മൾ കച്ചറ. ഇനി വേണം
മാസത്തിൽ 2 തവണ കുളിച്ചാല് എനിക്ക് ജലദോഷം വന്നിടും. തന്നെ എനിക്ക് അലർച്ചി. ബീച്ചിന് ഫുള്ള് വെള്ളം. ഇങ്ങട് നല്ല രസമുണ്ട്. ഫുൾ നനഞ്ഞ് നമ്മൾ ഇത്ര അറ്റത്ത് വന്ന് നിന്നിട്ട് പോലും നനഞ്ഞ് അല്ലേ സാറേ? ഇങ്ങടാണോ തരുന്നത്? അവിടെ നമ്മുടെ ഐസു ബേബി അവരെല്ലാം നിൽക്കുന്നുണ്ട്. അടിപൊളിയാ. കാലൊക്കെ നനച്ചത് അതിന്റെ ഇടയ്ക്കുള്ള ഡ്രസ്സും നനഞ്ഞ് കണ്ടില്ല. സൂപ്പർ. കുറച്ച് ഉപ്പ് വെള്ളം എന്റെ വായാലും വന്ന്. ഗൈസ് നമ്മളിപ്പോൾ ഇവിടുത്തെ നൈറ്റ് വ്യൂ കാണിച്ചു തരാം കേട്ടോ. ബീച്ചിലൊക്കെ കളിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം. ഇത് ഒരു 6 മണി 6:30 സമയത്തുള്ള ഒരു വ്യൂ ആയിട്ടാ. ഇപ്പൊ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഇരുട്ട് ഫുള്ളായിട്ട് പോകുമ്പോൾ കാണാൻ വേറൊരു ലെവൽ തന്നെയാണ്. വേറൊരു വൈബാണ് ഈ സമയത്ത് വരുമ്പോൾ. ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബീച്ച് വ്യൂ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നല്ല റെഡ് ആയിട്ടുണ്ട്. ഐസ് ഇവിടെ നിന്ന് പാല് കുടിക്കാം. അത് ഞാൻ കാണിക്കും. നിങ്ങളൊരു ബീച്ച് ഡേ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഇങ്ങോട്ട് വന്നോ. ബാക്കിയുള്ള ബീച്ചിനെ അപേക്ഷിച്ച് ഇവിടെ ഭയങ്കര ക്ലീൻ ആണെന്ന് മാത്രമല്ല കുറെ ആക്ടിവിറ്റീസ് നമുക്ക് ഉണ്ട്. നമ്മൾ നൈറ്റിന്റെ വ്യൂ ഒക്കെ കണ്ടു. പിന്നെ നമ്മളെല്ലാവരും ഒരു ഐസ്ക്രീം മേടിച്ചിട്ട് നമ്മൾ ഈ വ്ളോഗ് അവസാനിപ്പിക്കേണ്ട കുഞ്ഞൊരു വ്ളോഗായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. മോമോസ് കൂടി ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് അവസാനിപ്പിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. നമ്മുടെ ഈ ബീച്ച് ഡേ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തിന്നണയുടെ ഭംഗിയൊന്നും നോക്കിയില്ല. കാക്കൂട്ടത്തിൽ കല്ലെറിഞ്ഞ പോലെയൊന്നും എല്ലാവരും തിന്നുണ്ടായിരുന്നേ. ഭയങ്കര എൻജോയബിൾ ഡേ ആട്ടോ. നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ജസ്റ്റ് കമന്റ് ചെയ്യും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.